സ്വർഗ്ഗത്തിലെ എല്ലാ ഇലകളിലും എഴുതപ്പെട്ടിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിക്കാണ്, എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഉടനെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നാമം? ആരാണത്? മൻ ഹാദ റജുൽ ഹാദാ മുഹമ്മദ് മൻ ഹാദ റജുൽ. അല്ലാഹുവിനോട് ചോദിക്കാം, ഇതാരാണ് ഈ മുഹമ്മദ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറയാണ്, ഹാദാ വലദുക ലൗലാഹു ലമാ ഖലഖതു. അത് നിങ്ങളുടെ സന്താന പരമ്പരയിൽ കാലങ്ങൾക്ക് ശേഷം വരാനുള്ള ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. ആ തങ്ങളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ എല്ലാ മനുഷ്യകുലത്തെ സൃഷ്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുമായിരുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വളരെ ഗൗരവത്തോടെ പറഞ്ഞ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഇർഹം ബിഹുർമതി ഹാദൽ വലദി ഹാദൽ വാലിദ. ഈ ഒരു മകന്റെ ഹുർമത്ത് കൊണ്ട് ഈ പിതാവാകുന്ന എനിക്ക് നീ റഹ്മത്ത് ചെയ്യണേ. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് വെച്ചുകൊണ്ട് ദുആയിരുന്നവരാണ്. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 300ഓളം വർഷക്കാലം തൗബയായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. അവസാനം അസ്അലുക ബിഹഖി മുഹമ്മദിൻ അൻ തഗ്ഫിറ ലി എന്ന ദുആ കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹക്ക് കൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും ദുആ ചെയ്തു. അത് നബി അലൈഹി സ്വലാത്തു